അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മുഖ്തസർ 110, അഹ്വാലുൽ മുസ്നദ് 23, പേജ് 157. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി. വഅമ്മാ തൻകീറുഹു ഐ തൻകീറുൽ മുസ്നദി, അപ്പോൾ മുസ്നദിനെ നെക്കിറയാക്കൽ. ഫലി ഇറാദത്തി അദമിൽ ഹസരി, ഫലി ഇറാദത്തി അദമിൽ ഹസരി വൽ അഹ്ദി, ഹസർ ഇല്ലാതിരിക്കലിനെയും അഹ്ദ് ഇല്ലാതിരിക്കലിനെയും ഉദ്ദേശിച്ചതിന് വേണ്ടിയാണ്. എന്ന് പറഞ്ഞാൽ അത് രണ്ടിന്റെയും, ഹസറിന്റെയും അഹദിന്റെയും അദമിനെ ഉദ്ദേശിച്ചതിന് വേണ്ടി മാത്രം ആണ്. അദമുൽ ഹസറും അദമുൽ അഹദിനെയും ഉദ്ദേശിച്ചതിന് വേണ്ടി മാത്രം നിക്രയാക്കും. പിന്നെ തഫ്ഹീമിന് വേണ്ടി നിക്രയാക്കുമെന്ന് പറയുന്നുണ്ട്. ഇവിടെ അദ്ദാലി അലൈഹിമ തൈരീഫു, എങ്ങനത്തെ ഹസറും അഹദുമാണ്? അത് രണ്ടിന്റെ മേലും അറിയിക്കുന്നത് അത്തൈരീഫു, തൈരീഫാണ്. തൈരീഫ് കൊണ്ട് ഹസർ ഉദ്ദേശിക്കാം, അഹദും ഉദ്ദേശിക്കാം. ഇനി അഹദിൽ തൈരീഫ് കൊണ്ട് അഹദില്ലാതെ ഹസറുണ്ടാവാം, ഹസറില്ലാതെ അഹദും ഉണ്ടാവാം. രണ്ടും ഒരുമിച്ച് കൂടുകയും ചെയ്യാം. തൈരീഫുള്ള സമയത്ത് ഹസറും അഹദും ഒരുമിച്ച് കൂടാം. മുസ്നദിനെ മൈരിഫിയാക്കുന്ന സമയത്ത് അഹദോടുകൂടെ ഹസറുണ്ടാകും. കാരണം തൈരീഫുള്ള സമയത്ത് അഹദില്ലാതിരിക്കുകയില്ല. ആ അഹദോടുകൂടെ ഹസർ ഉള്ള അവസ്ഥയുമുണ്ട്, ഹസർ ഇല്ലാത്ത അവസ്ഥയുമുണ്ട്. മുസ്നദിനെ തൈരീഫാക്കുന്ന സമയത്ത്, മുസ്നദിനെ മൈരിഫിയാക്കുമ്പോൾ അത് അഹദ് ഏതായാലും ഉണ്ടാകും. അതോടൊപ്പം ഹസർ ഉണ്ടാവുകയും ചെയ്യാം, ഇല്ലാതിരിക്കുകയും ചെയ്യാം. ഇനി മുസ്നദിനെ മൈരിഫി ആക്കാത്ത സമയത്ത് ഹസറുണ്ടാവാം. അപ്പോൾ അലൽ ഇത്ലാഖ് പറഞ്ഞാൽ ഹസറും അഹദും ഇജ്തിമാഇന്റെ ഒരു മാതയുമുണ്ട്, ഇഫ്തിറാഖിന്റെ രണ്ട് മാതയുമുണ്ട്. പക്ഷെ തൈരീഫാക്കുന്ന സമയത്ത് മുസ്നദ് ഏതായാലും മഅ്ഹൂദായിരിക്കും. അല്ലാതപ്പോൾ മഅരിഫിയാക്കുകയില്ലല്ലോ. ആ മഅ്ഹൂദിന്റെ കൂടെ ഹസർ ഉണ്ടാവുകയും ചെയ്യാം, ഇല്ലാതിരിക്കുകയും ചെയ്യാം. ഇപ്പോൾ നെക്കിറയാക്കുന്ന വിഷയമാണ് പറയുന്നത്. നെക്കിറയാക്കൽ അദമുൽ ഹസറിനെയും അദമുൽ അഹദിനെയും ഉദ്ദേശിച്ചതിന് വേണ്ടി മാത്രമാണ്. എങ്ങനത്തെ ഹസറും അഹദും അത് രണ്ടിന്റെ മേൽ അറിയിക്കുന്നത് തൈരീഫു, തൈരീഫാണ്. കൗലിക്ക, നിന്റെ വാക്കുപോലെ, സയ്യിദുൻ കാത്തിബുൻ, സയ്യിദ് കാത്തിബാണ്, അത്രമാത്രം. അവിടെ സയ്യിദ് കാത്തിബ് മാത്രമാണ് എന്ന ഇറാദത്ത് അവിടെയില്ല. എന്നാൽ സയ്യിദ് ഒരു അറിയപ്പെട്ട മുഖാത്തബിന് അറിയപ്പെട്ട ഒരു കാത്തിബാണ് എന്ന അഹദും അവിടെയില്ല. അമ്രു ഷായിറുൻ, അമ്രു ഷായിറാണ് എന്ന് ഷായിർ മാത്രമാണ് എന്ന ഹസറും അവിടെ ഇറാദത്തില്ല. അറിയപ്പെട്ടൊരു ഷായിറാണ് എന്ന ഉദ്ദേശവും അവിടെയില്ല. അപ്പോൾ അതാണ് ഹസറിന്റെ അദമുൽ ഹസറിനെയും അദമുൽ അഹദിനെയും, ഹസറിന്റെ ഇല്ലായ്മ, ഹസർ ഇല്ലാതിരിക്കലിനെയും അഹദ് ഇല്ലാതിരിക്കലിനെയും ഉദ്ദേശിച്ചതിന് വേണ്ടിയാണ്. കൗലിക്കാൻ അത് കഴിഞ്ഞു. ഔലി തഫ്ഹീമി, അല്ലെങ്കിൽ മുസ്നദിനെ തഅലീം തഫ്ഹീമാക്കാൻ വേണ്ടിയിട്ടാണ്. ഒരു വലിയ
സംഭവമാണ് മുസനദ്. നഹ്വു ഹുദൽ ലിൽ മുത്തഖീൻ, പരിശുദ്ധ ഖുർആൻ മുത്തഖീങ്ങൾക്കൊരു വലിയ മാർഗദർശനമാണ്. ഹുദൻ തഫ്ഹീമിന് വേണ്ടി നക്കിറയാക്കി. ബിനാഅൻ അലാ അന്നഹു ഖബറു മുബ്തദഇൻ മഹ്ദൂഫിൻ, ഈ ഹുദൻ എന്നുള്ളത് മഹ്ദൂഫായ ഒരു മുബ്തദാന്റെ ഖബറാണ് എന്നതിന്റെ മേലെടുത്തിട്ട്, അല്ലെങ്കിൽ ഔ ഖബറു ദാലിക്കൽ കിതാബു, ദാലിക്കൽ കിതാബു എന്നതിന്റെ ഖബറാണ് എന്നതിന്റെ മേലെടുത്തിട്ട്. ഇവിടെ ഹുദൻ എന്നതിന് പല ഇറാബും ബൈലാവിയിൽ പറഞ്ഞിട്ടുണ്ട്. ആവശ്യമുള്ളവർ ബൈലാവി നോക്കിയാൽ മനസ്സിലാകും. ഇവിടെ ഹുദൻ എന്നത് മുസനദാണ് എന്ന നിലക്കാണ് നമ്മുടെ കലാമ്. അത് ഒന്നിരിക്കൽ മഅ്ദൂഫാ മുബ്തദാന്റെ ഖബറാവണം, അല്ലെങ്കിൽ ദാലിക്കൽ കിതാബുന്റെ ഖബറാവണം. ഇനി ഹുദൻ എന്നതിന്റെ ഇറാബുകൾ പലതും ബൈലാവി ഇമാമ് പറഞ്ഞിട്ടുണ്ട്. അവിടെ ശൈഖ് സാദയും ഇമാം ബൈലാവി തഫ്സീറും ആവശ്യമുള്ളവർ നോക്കിയാൽ മനസ്സിലാകും. ഔലി തഹ്കീരി, അല്ലെങ്കിൽ മുസ്നദ് ഇലൈഹിയെ അല്ല മുസ്നദിനെ, മുസ്നദാണെന്ന് ഔലി തഹ്കീരി, അല്ലെങ്കിൽ മുസ്നദിനെ നിസ്സാരമാക്കാൻ വേണ്ടിയിട്ടാണ് നക്കിറയാക്കുന്നത്. അപ്പൊ തഫ്ഹീമിനാണോ തഹ്കീറിനാണോ എന്നെല്ലാം മഖാമിൽ നിന്ന് മനസ്സിലാക്കണം. നഹ്വു മാ സയ്യിദുൻ ഷൈഅ, സയ്യിദ് ഒരു ചുക്കും അല്ല, ഉണ്ടോ, ഒരു ഷൈഉം അല്ല. അപ്പോ ഷൈഅ് എന്ന മുസ്നദിനെ ഇവിടെ നക്കിറയാക്കി. മാ സയ്യിദുൻ ഷൈഅൻ, അത് മാ കടക്കുന്നതിന് മുമ്പ് മുസ്നദാണ്. ഇപ്പോഴും അത് മുസ്നദ് തന്നെയാണ്. പക്ഷേ റഫഅ് മാറി നസ്ബായി എന്ന് മാത്രം. ഇസ്മിനിക്ക് റഫഉം ഖബറിനുക്ക് നസ്ബും മാ അമൽ ചെയ്യും. വഫിൽ ഹിജാസി മാ കലൈസ മഅബക നഫിയും വതർതീബിൻ ബിലാഇൻ മുത്ലഖ, തുഹഫ പറഞ്ഞിട്ടുണ്ട്. ഇനി മാ സയ്യിദുൻ ഷൈഉൻ എന്ന് ബനീ തമീം കബീലക്കാരുടെ അടുക്കലും ഇവിടെ ഷൈഇ നക്കിറാണല്ലോ. ഇനി മർഫൂ ആയാലും മൻസൂബായാലും അവിടെ ഷൈഇനെ നക്കിറയാക്കിയത് തഹ്കീറിന് വേണ്ടിയിട്ടാണ്. വഅമ്മാ തഖ്സീസുഹു, അപ്പോൾ മുസ്നദിനെ തഖ്സീസാക്കൽ, മുസ്നദിനെ തഖ്സീസാക്കൽ, അത് പിന്നെ അയ്യൽ മുസ്നദി ബിൽ ഇലാഫത്തി, ഇലാഫത്ത് കൊണ്ട് തഖ്സീസാക്കൽ, മുസ്നദിനെ ഇലാഫത്ത് കൊണ്ട് തഖ്സീസാക്കൽ. അത് എന്തിനു വേണ്ടിയാണ്? നഹ്വു സയ്യിദുൻ ഗുലാമു റജുലിൻ, സയ്യിദ് ഒരു റജുലിന്റെ ഗുലാമാണ്. അപ്പൊ തഖ്സീസ് എന്താണ് അവിടെ? പെണ്ണിന്റെ ഗുലാമല്ല, റജുലിന്റെ ഗുലാമാണ് എന്ന് ഇലാഫത്തോട് തഖ്സീസാക്കി. അവിൽ വസ്ഫി, അല്ലെങ്കിൽ വസ്ഫ് കൊണ്ട് തഖ്സീസാക്കൽ. നഹ്വു സയ്യിദുൻ റജുലുൻ ആലിമുൻ, സയ്യിദ് ആലിമായ ഒരു റജുലാണ്. അപ്പൊ സിഫത്ത് പറഞ്ഞിട്ട് ഈ റജുല് ജാഹിലായ റജുലല്ല, ആലിമായ റജുലാണ് എന്നൊരു തഖ്സീസ് അവിടെ ഉണ്ടായി. അത് ഫലി തക്കൂനൽ ഫായിദത്തു അത്തമ്മ, ഫായിദ പരിപൂർണമാവാൻ വേണ്ടിയിട്ടാണ്. സയ്യിദുൻ റജുലുൻ എന്ന് മാത്രം പറഞ്ഞാൽ ഫായിദ ഉണ്ടെങ്കിലും ഫായിദ എന്തല്ല, താമല്ല, അത്തമ്മല്ല. താമാണെങ്കിലും അത്തമ്മല്ല. പിന്നെ ലിമാമറ, കഴിഞ്ഞുപോയ ഒന്നിന് വേണ്ടി. എന്ത്? ബിൻ അന്ന സിയാദത്തുൽ ഖുസൂസി തൂജിബു അത്തമ്മിയത്തൽ ഫായിദത്തി, ഖുസൂസിന്റെ സിയാദത്ത് ഫായിദയുടെ പരിപൂർണതയെ വാജിബാക്കും എന്ന് മുമ്പ് കഴിഞ്ഞു പോയിട്ടുണ്ട്. അതിനു വേണ്ടി ഇവിടെ വഅലം, നീ അറിയുക, അന്ന ജഇല മഅമൂലാത്തിൽ മുസ്നദി, മുസ്നദിന്റെ മഅമൂലുകളെ ആക്കൽ, കൽ ഹാലി, അത് കഴിഞ്ഞു പോയതാണ്. വഅമ്മാ തഖയീദുഹു, മുസ്നദിന് കൈദ് കൊടുക്കൽ, ഹാല് കൊണ്ട് കൈദ് കൊടുക്കൽ, മഫ്ഊല് കൊണ്ട് കൈദ് കൊടുക്കൽ എന്നെല്ലാം കഴിഞ്ഞുപോയി. അവിടെ ഹാല് പോലത്തത് മഫ്ഊലിനെ എല്ലാം മുഖയ്യിദായിട്ടാണ് പറഞ്ഞത്.
വഅലം നീ അറിയുക അന്ന ജഅല മഅമൂലാത്തിൽ മുസ്നദി മുസ്നദിന്റെ മഅമൂലുകളെ ആക്കല് കൽ ഹാലി ഹാല് പോലെ വനഹ്വിഹി ഹാല് പോലത്തതുപോലെ മിനൽ മുഖയ്യിദാത്തി മുഖയ്യിദാത്തിൽ പെട്ടതാക്കൽ അത് മുമ്പ് കഴിഞ്ഞു പോയതാണ്. വമ്മാ തഖ്യീദുഹു മുസ്നദായ ഫിഇലിന് ഖൈദ് കൊടുക്കൽ എന്നാണ് പറഞ്ഞത്. വജഇലൽ ഇലാഫത്തി അല്ലെങ്കിൽ വജഇലുൽ ഇലാഫത്തി രണ്ടും വായിക്കാം. ഇലാഫത്തിന് ആക്കൽ വൽ വസ്ഫി വസ്ഫിനെയും ആക്കൽ മിനൽ മുഖസ്സിസാത്തി മുഖസ്സിസാത്തിൽ ഉൾപ്പെട്ടതാക്കൽ. ഇവിടെ വമ്മാ തഖ്സീസുഹു ബിൽ ഇലാഫത്തി അവിൽ വസ്ഫി എന്നാണ് പറഞ്ഞത്. അത് ഇന്നമാഹുവ മുജറദു ഇസ്തിലാഹ് അത് വെറും ഇസ്തിലാഹ് മാത്രമാണ്. അവിടെ മഅമൂലാത്തിനെ കുറിച്ച് മുഖസ്സിസാത്ത് എന്നും പറയാം. അതുപോലെ തന്നെ തഖ്സീസ് എന്നുള്ളിടത്ത് വമ്മാ തഖ്യീദുഹു വസ്ഫും ഇലാഫത്തും വസ്ഫും മുളാഫ് ഇലൈഹിയും മുഖസ്സിസ് പിന്നെ മുഖയ്യിദാത്തിലും ഉൾപ്പെടുത്താം എന്നർത്ഥം. അതാ വെറും എന്ത് ഇസ്തിലാഹ് മാത്രമാണ് എന്ന് പറഞ്ഞത്. ഇസ്തിലാഹ് മാത്രമാണ്. അവിടെ മുഖയ്യിദാത്ത് എന്ന് പറഞ്ഞ് ഇവിടെ മുഖസ്സിസാത്തിൽ എണ്ണി. ഇനി അവിടെ മുഖസ്സിസാത്തും ഇവിടെ മുഖയ്യിദാത്തും അങ്ങനെയും പറയാം. ഇനി എല്ലാത്തിനെയും മുഖസ്സിസാത്ത് എല്ലാം മുഖയ്യിദാത്ത് എന്നും പറയാം. ഇതാ ഇസ്തിലാഹിയായ തഖ്സീസ് അല്ല ഇത്. ഇസ്തിലാഹിയായ തഖ്സീസ് എന്ന് പറഞ്ഞാൽ അത് വേറെ കഴിഞ്ഞു പോയിട്ടുണ്ട് കേട്ടോ. ജമ്മുൽ ജവാമിയിൽ തഖ്സീസിന്റെ ബാബ് നോക്കിയാൽ അത് മനസ്സിലാവും. ഇസ്തിലാഹിയായ തഖ്സീസ് എന്താണ്? പിന്നെ അത്തഖ്സീസു ഖസ്റുൽ ആമി അലാ ബഅലി അഫ്റാദിഹി ജമ്മ് 2:2 കാണാം. അഫ്റാദിൽ നിന്ന് ചിലതിന്റെ മേൽ ആമിനെ ചുരുക്കലാണ് തഖ്സീസ്. അപ്പൊ ആമ് എന്ന് പറഞ്ഞാൽ എന്താ? ലഫ്ളു യസ്തഗ്രിഖു സാലിഹ ലഹൂന ദഫഅത്തൻ. ഒരു ലഫ്ള് അത് ഏതെല്ലാം മായനാക്ക് പറ്റുന്നുവോ അത് എല്ലാത്തിനെയും ആ ലഫ്ള് ഉൾപ്പെടുത്തും. അതാണ് ആമ്. അപ്പൊ ഒരുപാട് അഫ്റാദ് ഉണ്ടാവും ആമില്. അതിൽ നിന്ന് ചിലതിനെ ചുരുക്കുക അതാണല്ലോ തഖ്സീസ്. ഇവിടെ തഖ്സീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? മുഖസ്സസ്, അതായത് മുസ്നദിനെ ഒന്ന് ഖാസാക്കുക. ഖൈദ് കൊടുക്കുമ്പോൾ തഖ്സീസും ഉണ്ടാകും, തഖ്സീസ് കൊടുക്കുമ്പോൾ തഖ്യീദും ഉണ്ടാകും. ഇവിടെ ലഗ്വിയായ ഇസ്തിലാഹ് എന്നാണ് ഇവിടുത്തെ തഖ്സീസിന്റെ മാന. പിന്നെ വക്കീല പറയപ്പെട്ടു ലിഅന്ന തഖ്സീസ തഖ്സീസ് എന്ന് പറഞ്ഞാൽ ഇബാറത്തും അൻ നഖ്സി ശുയൂഇ ശുയൂഇന്റെ അതായത് ഉമൂമിന്റെ നഖ്സിനെ തൊട്ട് പറയപ്പെടുന്നതാണ്. അതാ ഇസ്തിലാഹിയായ ഉസൂലിങ്ങൾ പറഞ്ഞ മാനയാണ്. എന്ത്? അത്തഖ്സീസു ഖസ്റുൽ ആമി അലാ ബഅലി അഫ്റാദിഹി. അപ്പോൾ നഖ്സു ശുയൂഉ അവിടെ ഉണ്ടായി. ഉമൂമ് ശുയൂഉ സർവവ്യാപകമായ ഉമൂമ് ആമ് എന്ന് പറഞ്ഞെന്താ? സർവവ്യാപകമായത്. ഉമൂമ് എന്ന് പറഞ്ഞാൽ വ്യാപകത്വം. അപ്പോൾ വ്യാപകത്വത്തിൽ നിന്ന് ചുരുക്കുക. അപ്പൊ സർവവ്യാപകമല്ല എന്നാണ് തഖ്സീസ് എന്ന് പറഞ്ഞാൽ. വക്കീല പറയപ്പെട്ടു അന്ന തഖ്സീസ തഖ്സീസ് ഇബാറത്തുൻ അൻ നഖ്സി ശുയൂഇ ശുയൂഇന്റെ നഖ്സിനെ തൊട്ട് പറയപ്പെടുന്നതാണ് തഖ്സീസ്. അപ്പോൾ ഏതൊന്നിനാണോ നമ്മൾ തഖ്സീസ് മുഖസ്സിസിനെ കൊണ്ടുവരുന്നത് ആ ഒന്നിന്റെ അഫ്റാദിൽ നിന്ന് ചിലതിനെ ചുരുക്കുക അതാണ് തഖ്സീസ്. വലാ ശുയൂഅ ലിൽ ഫിഇലി ഫിഇലിന് ശുയൂഇല്ല.
സർവവ്യാപകമായ ഒരു മഅന ഫിഇലിന് ഇല്ല. ഫിഇലിന് വ്യാപകത്വം ഇല്ല. ലിഅന്നഹു കാരണം ഫിഇലി ഇന്നമാ യദുല്ലു അത് അറിയിക്കും അലാ മുജറദിൽ മഫ്ഹൂമി മഫ്ഹൂമിന്റെ മേൽ മാത്രം അറിയിക്കും. മഫ്ഹൂം എന്ന് പറഞ്ഞാൽ മാഹിയത്ത്, മുത്തലക്ക് മാഹിയത്തിന്റെ മേലാണ് ഫീൽ അറിയിക്കുക. അപ്പോൾ ലറബ യദ്രിബു അടി ഉണ്ടായി, അപ്പോൾ അടി എന്ന മാഹിയത്തുണ്ടായി. ആ ഉണ്ടാകണമെങ്കിൽ ചുരുങ്ങിയത് ഒരു മർണത്ത് ലറൂറത്താണ്. ഇനി പല ലറുബും ഉണ്ടായാലും പറയാം. ചുരുങ്ങിയതെന്താണ്? ഒരു വട്ടം ലറുബുണ്ടായാൽ ലറബ എന്ന് പറയാമല്ലോ, അതിന്റെ അസ്ലിയായ മാന. അതുപോലെ തന്നെ എതിരിബു അടിക്കും. ഒരു അടി ഉണ്ടായാൽ ഒരു അടി പിന്നീട് ഉണ്ടാകും, ഇനി എതിരിബു എന്ന് പറയും. പക്ഷേ അതിന്റെ ഖാരിജിയായ മാന എന്താണ്? അടി പിന്നെ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടേ ഇരിക്കും എന്ന് ഇസ്തിമ്രാറിന്റെ മേലത് ഇഫാദത്ത് ചെയ്യും. അത് ഖാരിജിൽ നിന്ന് ലഭിക്കുന്നതാണ്. അപ്പൊ ഫിഇലി എന്നുള്ളത് വെറും മഫ്ഹൂമിന്റെ മേൽ മാത്രമാണ് അറിയിക്കുക. അപ്പൊ മുത്തലക്ക് മാഹിയത്താണ്. ഫീലിന്റെ മാന മുത്തലക്ക് മാഹിയത്താണ്. അതിന് കുറെ അഫ്റാദുകൾ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ഒരു ഫീലിനും അതില്ല. തഖ്സീസ് എന്ന് പറഞ്ഞാലോ ശുയൂഇന്റെ നഖ്സിനെ തൊട്ട് പറയുന്നത്. അപ്പോൾ ഒരുപാട് വ്യാപകമായ അർത്ഥം അതിനുണ്ടാകും. അതിൽ നിന്ന് ചിലതിനെ മാറ്റി നിർത്തുക, അതിനാണ് തഖ്സീസ് എന്ന് പറയുന്നത്. വൽഹാലു ഹാലാകുന്നത് തുഖയ്യിദുഹു ഫിഇലിന് കൈതു കൊടുക്കും. അതുകൊണ്ട് ഹാല് പോലത്തേനൊക്കെ മുഖയ്യിദ് എന്ന് പറയും. മുത്തലക്ക് മാഹിയത്തിന് അവിടെ കസർ ചെയ്യാനൊന്നില്ലല്ലോ. അവിടെ എന്തില്ല? തഖ്സീസാക്കാൻ അവിടെ വകുപ്പില്ല എന്നാണ് ഈ കീലക്കാർ പറയുന്നത്. കാരണം മുത്തലക്ക് മാഹിയത്തിന്റെ മേൽ അറിയിക്കുന്നുള്ളൂ. മുത്തലക്ക് മാഹിയത്ത് ഖാരിജിൽ മൗജൂദാകാൻ ഒരു വട്ടം ഉണ്ടായാൽ മതി. ആ ഒരു വട്ടത്തിന് പിന്നെ എന്ത് തഖ്സീസാക്കാനാണ്? ഇതാണ് ഈ കീലക്കാർ പറയുന്നത്. വസ്ഫ് യജീഉ ഫിൽ ഇസ്മി, ഇസ്മിലാണ് വരിക. കാരണം ഇസ്മിനെ വസ്ഫ്, അതായത് മൗസൂഫ് ഇസ്മേ ആവുകയുള്ളൂ. അല്ലത് എങ്ങനത്തെ ഇസ്മ് ഫീഹി ശുയൂഉ, അതിൽ ശുയൂഉ ഉണ്ട് എന്ന് പറഞ്ഞാൽ എല്ലാ ഇസ്മിലും ശുയൂഉ ഉണ്ട് എന്നല്ല. ശുയൂഉ വരാൻ പറ്റിയത് ഏതിൽ മാത്രമേ ഉള്ളൂ? ഇസ്മിൽ മാത്രമേ ഉള്ളൂ. ഫയുഖസ്സിസുഹു, അപ്പോൾ ആ ഇസ്മിനെ മുഖസ്സിസ് തഖ്സീസാക്കും. വഫീഹി നളറുൻ, ഈ പറഞ്ഞതിൽ എന്തുണ്ട്? നളറുണ്ട്. അപ്പൊ ഫയുഖസ്സിസുഹു എന്ന് പറഞ്ഞാൽ ഫയുഖസ്സിസ് ആ വസ്ഫ് ഖാസാക്കും ഹു, ആ ഇസ്മിനെ. അപ്പൊ ശുയൂ ഉള്ള ഇസ്മിനെ എന്നർത്ഥം. ശുയൂ ഉള്ളോടത്തെ വസ്ഫ് പറയുകയുള്ളൂ എന്ന് പറഞ്ഞാൽ എല്ലാ ഇസ്മിലും ശുയൂ ഉണ്ട് എന്നല്ല. ശുയൂ ഉള്ള വസ്ഫിൽ, ഇസ്മിൽ ശുയൂ ഉള്ള ഇസ്മിൽ അവിടെ വസ്ഫ് പറയുമ്പോൾ ആ വസ്ഫ് എന്താക്കും? തഖ്സീസാക്കും എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. എന്നല്ലാതെ എല്ലാ ഇസ്മിലും ശുയൂ ഇല്ല, ഒരു മാനാക്ക് മാത്രം പറയുന്ന, ഒരു മാന എന്നല്ല ഒരു ഫർദിന് മാത്രം പറയുന്ന ഇസ്മുകളൊക്കെ ഉണ്ടാവുമല്ലോ. വഫീഹി നളറുൻ, ഈ ഖീലയിൽ നളറുണ്ട്. നളറൊരു വിശാലമായ നളറാണ്. അത് ദസൂഖിയിൽ പറഞ്ഞിട്ടുണ്ട്. ആവശ്യമുള്ളവർ ദസൂഖി പരിശോധിച്ച് നോക്കിയാൽ മനസ്സിലാകും. പിന്നെ അപ്പൊ ഈ ഖീലയിൽ നളറുണ്ട്. ഖീല പറഞ്ഞത് എന്താണ്? തഖ്സീസ് എന്ന് പറഞ്ഞാൽ നഖ്സു ശുയൂ ആണ്. ഫിഇലിൽ ശുയൂ ഇല്ല. ശുയൂ ഇല്ലാത്തതുകൊണ്ട് അവിടെ തഖ്സീസിന്റെ വകുപ്പില്ല. അവിടെ ഖൈദ് മാത്രമാണ് ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ടാണ് മുമ്പ് പറഞ്ഞു കൊടുത്ത് ഹാല് പോലത്തെ മുഖയ്യിദാത്തിൽ ഉൾപ്പെടുത്താനുള്ള കാരണം. വസ്ഫ് ഇസ്മിലാണ് ഉണ്ടാവുക, ഇസ്മിനെ വസ്ഫ് പറയുകയുള്ളൂ. അതുകൊണ്ട് ഇസ്മിൽ എന്തുണ്ട്? ശുയൂ ഉണ്ട്. അതുകൊണ്ട് വസ്ഫ് ഇസ്മിനെ തഖ്സീസാക്കും.
എന്നാണ് ഈ കീലക്കാര് പറഞ്ഞത്. ഒഫീഹി നളറുൻ, ആ കീലയിൽ നളറുണ്ട്. വ അമ്മാ തറുക്കുഹു ഐ തറുക്കു തഖ്സീസിൽ മുസ്നദി, മുസ്നദിനെ തഖ്സീസാക്കലിനെ തെർക്ക് ചെയ്യൽ, ബിൽ ഇലാഫത്ത്, ഇലാഫത്ത് കൊണ്ട് തഖ്സീസാക്കലിനെ തെർക്ക് ചെയ്യൽ, അവിൽ വസുഫി അല്ലെ വസുഫ് കൊണ്ട് മുസ്നദിനെ തഖ്സീസാക്കലിനെ തെർക്ക് ചെയ്യൽ, അത് ഫലാഹിറും മിമ്മാ സബക്ക, മാ സബക്കയിൽ നിന്ന് അത് ലാഹിറാൻ, മുമ്പ് കഴിഞ്ഞു പോയതിൽ നിന്ന്. എവിടെ കഴിഞ്ഞുപോയി? ഫീ തർക്കി തഖ്യീദിൽ മുസ്നദി ലിമാനിഇൻ മിൻ തർബിയത്തിൽ ഫായിദത്തി, ഫായിദയെ അധികരിപ്പിക്കലിനെ തൊട്ട് തടസ്സം ഉണ്ടായതിന് വേണ്ടി മുസ്നദിന് കൈത് കൊടുക്കലിനെ തെർക്ക് ചെയ്യുന്നതിൽ മാസബക്ക, ആ മാസബക്കയിൽ നിന്ന് ലാഹിറാണ് കേട്ടോ. അമ്മാ തെറുക്കുഹു, തഖ്സീസിനെ തെർക്ക് ചെയ്യൽ. എന്തിനെ തഖ്സീസാക്കല്? ഐ തെറുക്കു തഖ്സീസിൽ മുസ്നദി, മുസ്നദിനെ ഖാസാക്കലിനെ ഒഴിവാക്കൽ, ഇലാഫത്ത് കൊണ്ട് ഖാസാക്കുക അല്ലെങ്കിൽ വസ്ഫ് കൊണ്ട് ഖാസാക്കുക. ആ ഖാസാക്കലിനെ ഒഴിവാക്കല് ഫലാഹിറും മിമ്മാ സബക്ക, മാ സബക്കയിൽ നിന്ന് അത് ലാഹിറാണ്. എവിടെയുള്ള മാ സബക്ക? ഫീ തർക്കി തഖ്യീദിൽ മുസ്നദി ലിമാനിഇൻ മിൻ തർബിയത്തിൽ ഫായിദത്തി, ഫായിദയെ അധികരിപ്പിക്കലിനെ തൊട്ട് തടസ്സം ഉണ്ടായതിന് വേണ്ടി മുസ്നദിന് കൈത് കൊടുക്കലിനെ ഒഴിവാക്കിയതിൽ മുമ്പ് പറഞ്ഞതിൽ നിന്ന് ലാഹിറാണ്. ഇതാണ് ഇന്നത്തെ വിഷയം. വഅമ്മാ തഅരീഫുഹു, അപ്പോൾ മുസ്നദിനെ മഅരിഫയാക്കൽ, ഫലി ഇഫാദത്തി സാമിഇ, സാമിഇനിക്ക് അറിയിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഹുക്കുമൻ, ഒരു ഹുക്കുമിനെ സാമിഇനിക്ക് അറിയിച്ചു കൊടുക്കുക. അല അംദിൻ മഅലൂമിൻ ലഹു, സാമിഇന് അറിയപ്പെട്ട ഒരു കാര്യത്തിന്റെ മേൽ, അതായത് മുസ്നദ് ഇലൈഹിയെ സാമിഇന് വ്യക്തിപരമായി അറിയാം. ബി യഹിദ തുർക്കി തഅരീഫി, തഅരീഫിന്റെ തരീഖുകളിൽ നിന്ന് ഏതെങ്കിലും ഒന്നുകൊണ്ട് സാമിഇനിക്ക് മഅലൂമായ ഒരു കാര്യത്തിന്റെ മേൽ ഹുക്കുമിനെ സാമിഇനിക്ക് ഫായിദ വെപ്പിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. എന്ത്? മുസ്നദിനെ മഅരിഫയാക്കൽ. അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലായി, മുസ്നദ് ഇലൈഹിയെ സാമിഇന് നേരത്തെ അറിയാം. ആ സാമിഇന് മഅലൂമായൊരു മുസ്നദ് ഇലൈഹിന്റെ മേൽ ഒരു ഹുക്മിനെ ഇഫാദത്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മുസ്നദിനെ മഅരിഫയാക്കുന്നത്. അതിൽ നിന്ന് മനസ്സിലായി മുസ്നദും മുസ്നദ് ഇലൈഹിയും മഅരിഫയാണ് എന്ന് മനസ്സിലായി. നേരത്തെ അറിയപ്പെട്ടത് ഇതാണല്ലോ പറഞ്ഞത്. ഇനി അന്നഹു യജിബു ഇൻദ തഅരീഫിൽ മുസ്നദി, മുസ്നദിനെ മഅരിഫയാക്കുന്ന സമയത്ത് നിർബന്ധമാകും. എന്ത് നിർബന്ധമാകും? തഅരീഫുൽ മുസ്നദ് ഇലൈഹി, മുസ്നദ് ഇലൈഹിയെ മഅരിഫയാക്കൽ നിർബന്ധമാകും. ഇത് ലൈസ ഫീ കലാമിഹിം, അവരുടെ കലാമില്ല. മുസ്നദുൻ ഇലൈഹി നക്കിറത്തുൻ, നക്കിറയായൊരു മുസ്നദ് ഇലൈഹി ഇല്ല. ഓ മുസ്നദുൻ മഅരിഫത്തുൻ, മഅരിഫയായൊരു മുസ്നദും. ഫിൽ ജുംലത്തിൽ ഖബരിയത്തി, ഖബരിയായ ജുംലയിൽ എന്ത് മുസ്നദ് മഅരിഫയും മുസ്നദ് ഇലൈഹി നക്കിറയുമായ ഒരു നക്കിറയും ആയത് ഇത് ലൈസ ഫീ കലാമിഹിം, അവരുടെ കലാമിലില്ല. മുസ്നദുൻ ഇലൈഹി, മുസ്നദ് ഇലൈഹി ഇല്ല. നക്കിറത്തുൻ, നക്കിറയായ മുസ്നദ് ഇലൈഹി ഇല്ല. ഓ മുസ്നദുൻ മഅരിഫത്തുൻ, മഅരിഫയായ ഒരു മുസ്നദും ഇല്ല. ഫിൽ ജുംലത്തിൽ ഖബരിയത്തി, ഖബരിയായ ജുംലയിൽ. ബി ആഖറ മിസ്ലിഹി, ഇതേപോലത്തെ മറ്റൊന്നുകൊണ്ട് ഒരു ഹുക്കുമിനെ ഫായിദപ്പിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള മിസ്ലിന ആയി ഹുക്കുമൻ, മിസ്ലിഹിന മുസ്നദ് ഇലൈഹി പോലെയുള്ള മറ്റൊന്നുകൊണ്ട്, ഐ ഹുക്കുമൻ ഒരു ഹുക്കുമിനെ എന്ത് അറിയിച്ചു കൊടുക്കാൻ, അല അംരിൻ മഅലൂമിൻ,
മഅലൂമായ ഒരു കാര്യത്തിന്റെ മേൽ ഒരു ഹുക്കുമിനെ സാമിഇനിക്ക് അറിയിച്ചു കൊടുക്കാൻ ബി അംദിൻ ആഖറ മിസ്ലിഹി, വേറൊരു കാര്യം കൊണ്ട് മിസ്ലിഹി, ഈ മുസ്നദ് ഇലൈഹി പോലെയുള്ള മറ്റൊരു അംറ് കൊണ്ട്. എന്ത് വിഷയത്തിൽ? അതേപോലെ ഫീ കൗനിഹി മഅലൂമൻ ലിസാമിഇ, ആ ആഖിറ് സാമിഇനിക്ക് മഅലൂമാണ്. അപ്പൊ മുസ്നദ് ഇലൈഹിം എന്താണ്? മുസ്നദ് ഇലൈഹി സാമിഇനിക്ക് മഅലൂമാണ്, മുസ്നദും സാമിഇനിക്ക് മഅലൂമാണ്. രണ്ടും സാമിഇനിക്ക് മഅലൂമാണ്. പക്ഷേ മുസ്നദും മുസ്നദ് ഇലൈഹിം തമ്മിലുള്ള ബന്ധമാണ് സാമിഇന് അറിയാത്തത്. ഉദാഹരണത്തിന് സയ്യിദിനെ കുറിച്ച് ആർക്കറിയാം? സാമിഇന് അറിയാം. ഒരു സയ്യിദിന് ഒരു അഹുണ്ട് എന്നും ആർക്കറിയാം? സാമിഇനിക്കറിയാം. അല്ല, അങ്ങനെയല്ല. സയ്യിദിനെ കുറിച്ച് ആർക്കറിയാം? സാമിഇനറിയാം. അതുപോലെ തന്നെ സാമിഇന് ഒരു അഹു ഉണ്ട് എന്നും സാമിഇന് അറിയാം. മനസ്സിലായില്ലേ? എങ്ങനെ? സയ്യിദ് എന്നൊരാളെ വ്യക്തിപരമായി സാമിഇന് അഥവാ മുഖാത്തബിന് അറിയാം. സാമിഇനിക്ക് ഒരു അഹുണ്ട് എന്നും സാമിഇന് അറിയാം. പക്ഷെ സയ്യിദാണ് സാമിഇന്റെ അഹ് എന്നതാണ് സാമിഇന് അറിയാത്തത്. അങ്ങനത്തെ സാമിഇനോട് മുഖാത്തബിനോട് സയ്യിദുൻ അഹൂക്ക. ഇപ്പൊ രണ്ടും മഅലൂമാണല്ലോ. ആർക്ക്? സാമിഇനിക്ക്. സയ്യിദിനെ കുറിച്ച് സാമിഇനറിയാം. സാമിഇന് ഒരു അഹുണ്ട് എന്നും സാമിഇനറിയാം. അത് സയ്യിദാണെന്നറിയില്ല. അവ രണ്ടും മഅലൂമാണ്. അങ്ങനത്തെ സാമിഇനോട് പറയുകയാണ് സയ്യിദുൻ അഹൂക്ക, സയ്യിദിനിന്റെ അഹാണ്. അല്ലാതെ സയ്യിദിന് അഹുണ്ട് എന്നല്ല, സാമിഇനിക്ക് അഹുണ്ട് എന്ന് സാമിഇനറിയാം. ആ അഹ് സയ്യിദാണെന്ന് അറിയില്ല. അങ്ങനത്തവരോട് സയ്യിദുൻ അഹൂക്ക എന്ന് പറയാം. അതാണ് ബി ആഖറ മിസ്ലിഹി. ആ അമ്രും മഅലൂമുണ്ടല്ലോ, അമ്രും മഅലൂമു പോലെയുള്ള മറ്റൊന്നുകൊണ്ട് സാമിഇനിക്കൊരു ഹുക്മിനെ ഇഫാദത്ത് ചെയ്യാൻ വേണ്ടി, ഐ ഹുക്മെന്നൊരു ഹുക്മിനെ ഇഫാദത്ത് ചെയ്യാൻ വേണ്ടി, അലാ അംദിൻ മഅലൂമിൻ, മഅലൂമായ സാമിഇനിക്ക് മഅലൂമായ ഒരു കാര്യത്തിന്റെ മേൽ, ഉദാഹരണം സയ്യിദായിക്കോട്ടെ, സയ്യിദിന്റെ മേൽ ഒരു ഹുക്മിനെ സാമിഇനിക്ക് ഇഫാദത്ത് ചെയ്തു കൊടുക്കാൻ വേണ്ടി ബി അംരിൻ ആഖറ മിസ്ലിഹി, ആ അമ്രും മഅലൂമു പോലെയുള്ള മറ്റൊരു കാര്യം കൊണ്ട്. അമ്രും മഅലൂമു പോലെയുള്ളത് എന്ന് പറഞ്ഞത് എന്ത് വിഷയത്തിൽ? ഫീ കൗനിഹി, ഈ അമ്രുൻ ആഖിർ ആണ് എന്ന വിഷയത്തിൽ, മഅലൂമൻ ലിസാമിഇ, സാമിഇനിക്ക് അറിയപ്പെട്ടതാണെന്ന വിഷയത്തിൽ. എങ്ങനെ അറിയപ്പെട്ടു? ബിഇഹ്ദാ തുർക്കി തഅരീഫി, തഅരീഫിന്റെ തരീഖുകളിൽ നിന്ന് ഏതെങ്കിലും ഒന്നുകൊണ്ട് സാമിഇന് അറിയപ്പെട്ടതാണ് കേട്ടോ. അറിയപ്പെട്ടതാകുന്നതിൽ അമ്രും മഅലൂമു പോലെ തരീഫിന്റെ തരീഖുകളിൽ നിന്ന് ഒന്നുകൊണ്ട്. സവാഉൻ ഇത്തഹദ തരീഖാനി, രണ്ട് തരീഖും ഒന്നാവട്ടെ. നഹ്വു അർറാക്കിബു ഹുവൽ മുന്തലിഖൂൻ. അർറാക്കിബു, ആ റാക്കിബ്, ഒരു റാക്കിബിനെ കുറിച്ച് ആർക്കറിയാം? ഈ സാമിഇനറിയാം. ഹുവൽ മുന്തലിഖു, അവനാണ് ആ പോകുന്നവൻ. ഒരു പോകുന്നവനെ കുറിച്ചും ആർക്കറിയാം? ഒരു പോകുന്ന ആളെക്കുറിച്ചും അറിയാം. അപ്പോ അവനോട്, പക്ഷെ റാക്കിബാണ് പോകുന്ന ആള് എന്നാണ് സാമിഇന് അറിയാത്തത്. അങ്ങനത്തവനോട് അർറാക്കിബു ഹുവൽ മുന്തലിഖു. അപ്പൊ അൽ മുന്തലിഖുൽ അലിഫ്ലാമു ഒന്നിരിക്കൽ ഖാരിജിയായ അഹദിന്റെ അലിഫ്ലാമാക്കണം, അല്ലെങ്കിൽ ജിൻസിന്റെ അലിഫ്ലാമാക്കണം. ഖാരിജി അഹദിന്റെ അലിഫ്ലാമാവുമ്പോൾ, ഖാരിജിയായ അഹദ് എന്ന് പറയുമ്പോൾ അത് 3 കിസ്മുണ്ട് എന്ന് മുമ്പ് നമ്മൾ മുസ്നദ് ഇലൈഹിനെ ലാം കൊണ്ട് മഅരിഫയാക്കുന്ന സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്. അർറാക്കിബുൽ അലിഫ്ലാമും അങ്ങനെയാവാം. എന്ത്? ഖാരിജിയായ അഹദിന്റെ അലിഫ്ലാമോ അല്ലെങ്കിൽ ജിൻസിന്റെ അലിഫ്ലാമോ ആവാം. അപ്പോ നമുക്ക്
നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ നെഹ്വു അറാക്കിബു, സാമീന് ആ റാക്കിബിനെ കുറിച്ച് ഒരു റാക്കിബുണ്ട്, ഖാരിജിൽ നിന്ന് അറിയപ്പെട്ട ഒരു റാക്കിബ്, ഖാരിജിയായ അഹദിന്റെ അലിഫിലാം, അത് ശരീഹിയ്യ്, കിനായിയ്യ്, ഇൽമിയ്യ്. ഖാരിജിയായ അഹദിന്റെ അലിഫിലാം ഇൽമുൽ മആനിക്കാരുടെ അടുക്കൽ 3 കിസ്മാണ്. ഒന്ന് ശരീഹിയ്യ്, മറ്റൊന്ന് കിനായിയ്യ്, മറ്റൊന്ന് ഇൽമിയ്യ്. ഇൽമിയ്യ് 2 രൂപത്തിൽ ആവാം, ഹുദൂരിയും ആവാം, പിന്നെ ഹുദൂരി അല്ലാത്തതുമാവാം. ഹുദൂരി അല്ലാത്തത് എന്ന് പറഞ്ഞാൽ നെഹ്ദിങ്ങളുടെ അടുക്കൽ ദിഹിനിയായ ഒരു അഹദിന്റെ അലിഫിലാം ഉണ്ടല്ലോ, ആ ദിഹിനിയായ അഹദിന്റെ അലിഫിലാം ഇൽമുൽ മആനിക്കാരുടെ അടുക്കൽ ഖാരിജിയായ അഹദിന്റെ അലിഫിലാമാണ്. അതൊക്കെ മുമ്പ് നമ്മൾ പറഞ്ഞു പോയതാണ്. അപ്പോൾ ഇവിടെ അറാക്കിബു ആ പോകുന്ന ആള്, അൽ മുന്തലിക് അല്ല അറാക്കിബു ആ റാക്കിബ്, വൽ മുന്തലിക്കു ആ പോകുന്നവനാണ്. ഏതെങ്കിലും ഒന്ന് നമ്മൾ പറഞ്ഞിവിടെ സ്ഥാപിത്താക്കണ്ടേ? അപ്പൊ റാക്കിബിനെ കുറിച്ച് സാമീനിക്കറിയാം, ആ പോകുന്ന ആളെ കുറിച്ചും അറിയാം. അപ്പോ ആ റാക്കിബ് ആ പോകുന്നവനാണ്. ഇനി ജിൻസിന്റെ അലിഫിലാമാക്കുമ്പോൾ എന്ത്? രണ്ടും ജിൻസിന്റെ അലിഫിലാക്കുമ്പോ റാക്കിബ് എന്ന് പറയുന്ന ആള് പോകുന്ന ആളാണ്. അപ്പൊ രണ്ടും ജിൻസിന്റെ അലിഫിലാമായി. ഇനി ഒന്ന് ആദ്യത്തത് ഖാരിജിയാഹദിന്റെ അലിഫിലാമാക്കുക, അറാക്കിബു ആ പോകുന്ന ആള് ഉവൽ മുന്തലി അല്ല അറാക്കിബു ആ റാക്കിബ് ഉവൽ മുന്തലിക്കു പോണ ആളാണ്. അപ്പൊ ഹക്കീക്കത്തിന്റെ അലിഫിലാമായി, ജിൻസിന്റെ ലാമായി. അവിഖ്തലഫ അല്ലെങ്കിൽ 2 തരീക്കും വ്യത്യാസമാവട്ടെ. നെഹ്വു സയ്യിദുൻ ഉവൽ മുന്തലിക്കു, സയ്യിദാവുന്ന ഉവൽ മുന്തലിക്കു ആ പോകുന്നവനാണ്. അപ്പൊ സയ്യിദിനെ കുറിച്ചറിയാം, ഒരു പോകുന്ന ആളെ കുറിച്ചും അറിയാം. പോകുന്ന ആള് സയ്യിദാണെന്നാണ് സാമീൻ അറിയാത്തത്. ഔ ലാസിമ ഹുക്കുമിൻ അലി ഹുക്കുമിന്റെ ലാസിമിനെ സാമീനിക്ക് ഇഫാദത്ത് ചെയ്തു കൊടുക്കാൻ വേണ്ടി. അത്തുഫുൻ അല ഹുക്കുമൻ, ഹുക്കുമൻ ലത്തുഫാണ്. കദാലിക്ക് അപ്രകാരം. അയല അംരിൻ മഅലൂമിൻ ബി ആഖറ മിസ്ലിഹി അറിയപ്പെട്ടൊരു കാര്യത്തിന്റെ മേലിൽ ഹുക്കുമിന്റെ ലാസിമിനെ ഇഫാദത്ത് ചെയ്ത് കൊടുക്കാൻ വേണ്ടി. ബി ആഖറ മിസ്ലിഹി ആ അംറും മഅലൂം പോലെയുള്ള മറ്റൊന്നുകൊണ്ട് എന്ന് പറഞ്ഞാൽ അത് സയ്യിദുൻ നഹൂക്ക എന്ന് പറയാ, സയ്യിദുൻ അൽ മുന്തലിക്കു തന്നെ ആയിക്കോട്ടെ. സയ്യിദ് എന്ന് പറയുന്ന ആള് ആ പോകുന്ന ആളാണെന്ന് മുത്തക്കല്ലിബിന് അറിയാമെന്ന് ആർക്ക് അറിയിച്ചു കൊടുക്കുകയാണ്? സാമീനിക്ക് അറിയിച്ചു കൊടുക്കുകയാണ്. സാമി അത് അറിയട്ടെ അറിയാതിരിക്കട്ടെ. ഇവിടെ മുത്തക്കല്ലിബിന് ലക്ഷ്യം എന്താ? മുത്തക്കല്ലിബിന് അറിയാമെന്ന് സാമീനിക്ക് അറിയിച്ചു കൊടുക്കുകയാണ്. ആ റാക്കിബ് ആ പോകുന്ന ആളാണെന്ന് മുത്തക്കല്ലിബിന് അറിയാമെന്ന് സാമീനിക്ക് അറിയിച്ചു കൊടുക്കുക. അവിടെ സാമി അറിയട്ടെ അറിയാതിരിക്കട്ടെ കേട്ടോ. വഫീഹാദ ഈ പറഞ്ഞതിലുണ്ട് തൻബീഹുൻ ഒരു ഉണർത്തലുണ്ട് മുസന്നിഫിന്റെ കലാമില്. ഏത്? വഅമ്മാ തഅരീഫുഹു എന്ന് പറഞ്ഞോടം മുതൽ അല അന്ന കൗലൽ മുബ്തദഇ വൽ ഖബരി മുബ്തദയും ഖബറും ആവല് മഅലൂമൈനി 2 അറിയപ്പെട്ടതാവൽ. ഇവിടെ 2 മഅലൂമാണല്ലോ സാമീനിക്ക്. ലാ യുനാഫി അത് എതിരല്ല ഇഫാദത്തൽ കലാമിൽ സാമിഇ സാമീനിക്ക് ലാ യുനാഫി ഇഫാദത്തുൽ കലാമി ലാ യുനാഫി ഇഫാദത്തുൽ കലാമി. അപ്പൊ ഒഫിയാദായി പറഞ്ഞതിലുണ്ട് അമ്മാ തൈരീഫുഹു എന്ന് പറഞ്ഞ മുസന്നിഫിന്റെ ഈ കലാമിലുണ്ട് തൻബീഹുൻ ഉണർത്തലുണ്ട്. എന്തിന്റെ മേൽ? അലാ അന്ന കൗലൽ മുബ്തദഇ വൽ ഖബരി മുബ്തദയും ഖബറും ആവല് മഅലൂമൈനി അറിയപ്പെട്ടതാവല് ലാ യുനാഫി അത് എതിരല്ല ഇഫാദത്തൽ കലാമിൽ സാമി സാമീനിക്ക് കലാമിനെ ഫായിദ വെപ്പിച്ചു കൊടുക്കലിനോടെതിരല്ല. ഫായിദത്തൻ മജ്ഹൂലത്തൻ ഒരു മജ്ഹൂലായ ഫായിദയെ സാമീനിക്ക് കലാമ് അല്ല ഇങ്ങനെ ഇപ്പോ അല അന്ന കൗനൽ മുബ്തദഇ വൽ ഖബരി മുബ്തദയും ഖബറും ആവൽ മഅലൂമൈനി അത് 2 അറിയപ്പെട്ടതാവൽ ലാ യുനാഫി ആ അറിയപ്പെട്ടതാവൽ എതിരല്ല
എന്ത് ഇഫാദത്തുൽ കലാമി കലാമു ഫായിദ വെപ്പിച്ചു കൊടുക്കലിനോട് എതിരല്ല ലിസാമി സാമിഇനിക്ക്. അപ്പൊ ഇഫാദത്തൽ കലാമി ലിസാമി സാമിഇനിക്ക് കലാമിനെ ഫായിദ വെപ്പിച്ചു കൊടുക്കലിനോട് എതിരല്ല ഫായിദത്തൻ മജ്ഹൂലത്തൻ മജ്ഹൂലായൊരു ഫായിദയെ ഫായിദ വെപ്പിച്ചു കൊടുക്കലിനോട് എതിരല്ല. അങ്ങനെയാണ് മായന. അപ്പൊ ഒന്നും കൂടി പറയാം. ഒഫീഹാദ ഈ പറഞ്ഞതിലുണ്ട് തൻബീഹുൻ ഉണർത്തലുണ്ട് എന്തിന്റെ മേൽ അലാ അന്ന കൗനൽ മുബ്തദഇ തീർച്ചയായിട്ടും മുബ്തദയാവലാകുന്നത് വൽ ഖബരി ഖബറും ആവൽ മഅലൂമൈനി അത് രണ്ടും അറിയപ്പെട്ടതാവൽ ലാ യുനാഫി ആ അറിയപ്പെട്ടതാവൽ എതിരല്ല ഇഫാദത്തൽ കലാമി കലാമു ഫായിദ വെപ്പിച്ചു കൊടുക്കലിനോട് എതിരല്ല ഇഫാദത്ത എന്ന് സാമിഇനിക്ക് കലാമിനെ ഫായിദ വെപ്പിച്ചു കൊടുക്കലിനോട് എതിരല്ല ഫായിദത്തൻ മജ്ഹൂലത്തൻ മജ്ഹൂലായൊരു ഫായിദയെ ഫായിദ വെപ്പിച്ചു കൊടുക്കലിനോട് എതിരല്ല. കാരണം അന്നൽ ഇൽമ ബി നഫ്സിൽ മുബ്തദഇ വൽ ഖബരി മുബ്തദാനെയും ഖബറിനെയും മാത്രം അറിയൽ ലാ യസ്തൽസിമുൽ ഇൽമ അത് അറിയലിനെ ലാസിമാക്കൂല ബി ഇസ്നാദി അഹദിഹിമ ഇലല്ലാഹിരി ഒന്നിനെ മറ്റതിലേക്ക് ഇസ്നാദ് ചെയ്യലുകൊണ്ട് അറിയലിനെ ലാസിമാക്കൂല. നഹ്വു സയ്യിദുൻ അഖൂക വ അംറുൻ അൽ മുൻതലിഖു എന്ന് പറയും പോലെ സയ്യിദുൻ സയ്യിദാകുന്നത് അഖൂക നിന്റെ സഹോദരനാണ്. അപ്പൊ സയ്യിദിനെ കുറിച്ച് സാമീനിക്കറിയാം, സാമീനിക്കൊരു അഹുണ്ട് എന്നും അറിയാം. ആഹ് സയ്യിദാണെന്നറിയൂല അപ്പോൾ സയ്യിദുൻ അഖൂക എന്ന് പറഞ്ഞു. അപ്പൊ ഫായിദത്തുൽ ഹുക്മായി. ഇനി ലാസിമു ഫായിദത്തുൽ ഹുക്മിന് ആ ഉദാഹരണം തന്നെ എടുക്കാം. സാമീനിക്ക് സയ്യിദിനെ കുറിച്ചറിയാം, സാമീനിക്കുന്നുണ്ട് ഒരു അഹുണ്ട് എന്നറിയാം. സയ്യിദ് സാമീന്റെ അഹാണെന്നും സാമീൻ അറിയാം. പക്ഷേ മുത്തക്കല്ലിമ് സയ്യിദിന്റെ അഹാണ് എന്ന് മുത്തക്കല്ലിമിന് അറിയാമെന്ന് അറിയിച്ചു കൊടുക്കലാണ്. അവിടെ സാമീനിക്ക് അറിയാം, അറിയാതിരിക്കാം. മുത്തക്കല്ലിമിന് അറിയാം എന്നറിയിച്ചു കൊടുക്കുകയാണ്. ഇവിടെ സയ്യിദിനെ കുറിച്ച് സാമീൻ അറിയാം, സാമീനിക്ക് എന്തുണ്ട് ഒരു അഹുണ്ട് എന്നും അറിയാം. രണ്ടും മാലൂമാണ്. പക്ഷെ സയ്യിദ് അഹാനെന്ന് അവനിക്കറിയില്ല. അപ്പോൾ അവനോട് സയ്യിദുൻ അഖൂക അല്ലെങ്കിൽ സയ്യിദിന്റെ അഹാണെന്ന് മുത്തക്കല്ലിമിന് അറിയാം എന്ന് അറിയിച്ചു കൊടുക്കുക. ആ ഫായിദത്തു ലാസിമു ഫായിദത്തുൽ ഹുക്മാകും. അമ്രുനിൽ മുന്തലിക്കും അമ്രാകുന്നതാൽ മുന്തലിക്ക് ആ പോകുന്നവനാണ്. അല്ലെങ്കിൽ അമ്രാകു അപ്പോ അഹദിന്റെ അലിഫിലാമായി. അല്ലെങ്കിൽ അമ്രാകുന്നാൽ മുന്തലിക്ക് പോകുന്ന ആളാണ്. അവൻ ജിൻസിന്റെ അലിഫിലാമുമായി. അമ്ര് അൽ മുന്തലിക്കു ആ പോകുന്ന ആളാണ്. അപ്പൊ അഹദ് ഖാരിജ അഹദിന്റെ അലിഫിലാമായി. അപ്പൊ അമ്രിനെ കുറിച്ചറിയാം, ആ പോണ ആളെ കുറിച്ചും അറിയാം. പക്ഷെ ആ പോണ ആള് അമ്രാടെന്നാണ് അറിയാത്തത്. അപ്പൊ അമ്രുൻ അൽ മുന്തലിക്കു എന്ന് സാമീനെ അറിയിച്ചു കൊടുക്കുക. അല്ലെങ്കിൽ ആ പോണ ആള് എന്നല്ല, അമ്രിനെ കുറിച്ചറിയാം, ഒരു പോണ ആളെ കുറിച്ചും അറിയാം. അപ്പോൾ അത് ഹക്കീക്കത്തിന്റെ അലിഫിലാമാകും, ജിൻസിന്റെ അലിഫിലാമാകും. അമ്രാവുന്നത് പോകുന്നവനാണ്. ഹാലക്കൗരിൽ മുന്തലിക്ക് ആ മുന്തലിക്ക് തന്നെ ആയ നിലയിൽ മുഅറഫൻ മഅരിഫിയാക്കപ്പെട്ടതായ നിലയിൽ ബിഇത്തിബാരി തഅരീഫിൽ അഹ്ദി ഖാരിജിയായ അഹദിന്റെ തഅരീഫിനെ ഇത്തിബാർ ചെയ്യലുകൊണ്ട് മഅരിഫിയാക്കപ്പെട്ടതായ നിലയിൽ, അതായത് അൽ മുന്തലിക്കു ആ പോകുന്നവൻ, അവിൽ ജിൻസി അലി ജിൻസിന്റെ തഅരീഫിനെ ഇത്തിബാർ ചെയ്യലുകൊണ്ട് മഅരിഫിയാക്കപ്പെട്ടതായ നിലയിൽ. അപ്പൊ എന്താ അർത്ഥം? അമ്രാവുന്നാൽ മുന്തലിക്കു ഒരു പോകുന്ന ആളാണ്. ആ പോകുന്ന ആള് എന്ന് ഖാരിജിയിൽ നിന്ന് മഅഹൂദല്ല, ഇന്തിലാക്കുന്ന ഹക്കീക്കത്തുള്ള ഒരാള് എന്നോ അതിന്റെ അർത്ഥം ജിൻസിന്റെ അൽഫിലാമാവുമ്പോൾ അതിന്റെ അർത്ഥം കേട്ടോ. വല്ലാഹിറു ലഫ്ളിൽ കിതാബി, ഈ കിതാബിന്റെ ലഫ്ളിന്റെ ലാഹിർ, തൽഖീസിന്റെ ലഫ്ളിന്റെ ലാഹിർ, അന്നനഹ്വ സയ്യിദുൻ അഖൂക പോലത്തത് ഇന്നമാ യുഖാലു അതിനെ പറയപ്പെടും ലിമൻ ഒരു സാമിയിനോട്. എങ്ങനത്തെ സാമിയാണ്? യഅരിഫു ആ സാമി അറിയും, അന്നലഹു അഹൻ സാമീനിക്ക് ഒരു അഹുണ്ട് എന്നറിയും.
ലിമൻ ഒരുത്തനോട്, ആ മന്നിലേക്കാണ് ലഹുവിന്റെ ദമീർ അടങ്ങുന്നത്. അപ്പോൾ ലാഹിറു ലഫ്ലുൽ കിതാബി, തൽഖീസ് എന്ന കിതാബിന്റെ ലഫ്ലിന്റെ ലാഹിർ അന്ന നഹ്വ സയ്യിദുൻ നഹൂക്ക പോലത്തതാകുന്നത് ഇന്നമായുക്കാലു അതിനെ പറയപ്പെടും ലിമൻ ഒരാളോട്. എങ്ങനത്തെ ഒരാളാണ്? യഅരിഫു അവൻ അറിയാം, അന്നലഹു അഹൻ അവനിക്കൊരഹുണ്ട് എന്നറിയാം, അങ്ങനത്തവനോടെ പറയപ്പെടുകയുള്ളൂ എന്നാണ് ഇതിന്റെ ലാഹിർ. കാരണം ബി ആഖറ മിസ്ലിഹി എന്നാണല്ലോ പറഞ്ഞത്. ആ മഅലൂമായ അംറു പോലെയുള്ള മറ്റൊന്നുകൊണ്ട്. പക്ഷെ മുസന്നിഫ് വൽ മദ്കൂറു ഫിൽ ഈലാഹിൽ പറഞ്ഞത് എന്താണ്? അന്നഹു യുക്കാലു സയ്യിദുൻ നഹൂക പോലത്തേനെ പറയപ്പെടും ലിമൻ ഒരാളോട്. യഅരിഫു യഅരിഫു സയ്യിദൻ അവനിക്ക് സയ്യിദിനെ അറിയാം, ബി ഐനിഹി സയ്യിദിന്റെ ഐന് കൊണ്ട് തന്നെ. സവാഉൻ കാന യഅരിഫു ആ ഒരാൾ അറിയട്ടെ, അന്നലഹു അഹൻ അവനിക്കൊരു അഹുണ്ടെന്ന് അറിയട്ടെ, അംലം യഅരിഫ് അറിയാതിരിക്കട്ടെ എന്നാ. അപ്പൊ രണ്ടും തമ്മിൽ എന്താണ്? ഒരു തആറുദ് വന്നു. കിതാബിന്റെ ലാഹിർ ഇവിടെ പറഞ്ഞ ഇവിടെ തൽഖീസിന്റെ ലഫ്ലിന്റെ ലാഹിർ എന്താണ്? ഈ സാമീനിക്കൊരു അഹുണ്ട് എന്നറിയണം, അങ്ങനത്തവനോടെ സയ്യിദുൻ നഹൂക എന്ന് പറയുള്ളൂ. അതായത് സയ്യിദിനറിയാം, അവനിക്കൊരു അഹുണ്ട് എന്നും അറിയാം സാമീനിക്ക്, എന്നിട്ട് സയ്യിദ് നിന്റെ അഹാട് എന്ന് ആ ഇസ്നാദ് അറിയിച്ചു കൊടുക്കലാണ്. മുസന്നിഫ് ഈലാഹിൽ പറഞ്ഞതോ സയ്യിദുൻ നഹൂക എന്ന് പറഞ്ഞത് സയ്യിദിനെ കുറിച്ചറിയാം, സയ്യിദിനിക്കൊരു അഹുണ്ട് സയ്യിദിനെ കുറിച്ചറിയാം, അതേ സമയത്ത് സവാഉൻ കാന യഅരിഫു സവാഉൻ കാന ആ ഒരുത്തനാവട്ടെ. അപ്പോ അന്നഹു മദ്കൂറു ഫിൽ ഈലാഹിൽ പറഞ്ഞത് അന്നഹു യുക്കാലു ഈ സയ്യിദുൻ നഹൂക എന്നതിനെ പറയപ്പെടും ലിമൻ ഒരാളോട്. യഅരിഫു സയ്യിദൻ അവൻ സയ്യിദിനെ അറിയും, ബി ഐനിഹി സവാഉൻ കാന ആ മൻ ആ സാമി, അതാണ് മൻ ഒരു സാമിയാണല്ലോ, ആ സാമി ആവട്ടെ, യഅരിഫ് അറിയുന്നവരാവട്ടെ, എന്ത്? അന്നലഹു അഹൻ ആ സാമിനിക്കൊരു അഹുണ്ട് എന്ന് അറിയട്ടെ, അംലം യഅരിഫ് അറിയാതിരിക്കട്ടെ. അല്ലാതെ സയ്യിദിനിക്ക് അഹുണ്ട് എന്നല്ല. സാമി സയ്യിദിന്റെ അഹന്റെ ആയിരിക്കും, അത് മറ്റൊരു കാര്യം. സവാഉൻ കാന യഅരിഫു ഈ സാമി അറിയട്ടെ, അന്നലഹു ആ സാമീനുക്കുണ്ട് എന്നറിയട്ടെ, അഹൻ ഒരു അഹുണ്ട് എന്നറിയട്ടെ, അംലം യഅരിഫ് അല്ലെങ്കിൽ അറിയാതിരിക്കട്ടെ എന്നാ. അപ്പോൾ സയ്യിദുൻ നഹൂ ഈലാഹിൽ പറഞ്ഞെന്താണ്? സയ്യിദുൻ നഹൂക എന്ന് ആരോട് പറയാം? സയ്യിദിനെ കുറിച്ച് അറിയുകയും അതേ സമയത്ത് ഈ സാമിനിക്ക് ഒരു അഹു ഉണ്ട് എന്ന് അറിയുന്നവനോടും അറിയാത്തവനോടും സയ്യിദുൻ നഹൂക എന്ന് പറയാം. സാമിന്റെ അഹാണെന്നാണ് ഇപ്പൊ പറയുന്നത്. സയ്യിദ് നിന്റെ അഹാണെന്ന് സാമീനോട് പറയാണ്. അപ്പോൾ സയ്യിദ് നിന്റെ അഹാണ് എന്ന് പറയുന്ന സാമീനിക്ക് സയ്യിദിനെ കുറിച്ച് അറിയണം. അത് ഏതായാലും അറിയണമല്ലോ, അലാംദിൻ മഅലൂം എന്ന് പറഞ്ഞതാണ്. ഇനി ഈ സാമീനിക്കൊരു അഹുണ്ട് എന്ന് അറിയുന്നവനോടുമാണ് പറയുക എന്നാണ് ഈ കിതാബിന്റെ ലാഹിർ. എന്നിട്ട് അവർ തമ്മിലുള്ള ഇസ്നാദാണ്. പക്ഷേ സയ്യിദ് ഇവന്റെ അഹാണെന്ന് അവർക്കറിയില്ല, സാമീനിക്കറിയില്ല, അത് അറിയിച്ചു കൊടുത്തു. അതാണ് ഈ കിതാബിൽ പറഞ്ഞതിന്റെ ലാഹിർ. ഈലാഹിൽ പറഞ്ഞത് അങ്ങനെയല്ല. സയ്യിദിനെ കുറിച്ച് അറിയുന്നൊരു സാമി ആണ്, പക്ഷേ ഈ സാമീനിക്ക് ഒരു അഹുണ്ട് എന്ന് അറിയട്ടെ, അറിയാതിരിക്കട്ടെ. സയ്യിദ് അഹാണെന്ന് ഏതായാലും അറിയൂല, പക്ഷേ സാമീനിക്കൊരു അഹുണ്ട് എന്ന് അറിയട്ടെ, അറിയാതിരിക്കട്ടെ, അങ്ങനത്തവനോടും പറയാം എന്നാണ് ഈലാഹിൽ പറഞ്ഞത്. അപ്പോൾ പിന്നെ വജ്ഹു തൗഫീഖി ഇത് രണ്ടും യോജിപ്പിക്കുന്ന വജ്ഹ് മാ ദക്കറഹു ബഅ്ദുൽ മുഹഖ്ഖിഖീന മുഹഖ്ഖിഖീങ്ങളിൽ നിന്ന് ചിലർ പറഞ്ഞതാണ്. മിനൻ നുഹാത്തി നഹ്വീങ്ങളിൽ നിന്നുള്ള മുഹഖ്ഖിഖീങ്ങളിൽ നിന്ന് ചിലർ പറഞ്ഞ ഒന്നാണ്. എന്ത്? അന്ന ഇവിടെ അഹൂക്ക മുലാഫു മുലാഫിലിഹി ആണല്ലോ. അന്ന അസില വളിഇ തഅരീഫിൽ ഇലാഫത്തി ഇലാഫത്ത് കൊണ്ട് മഅരിഫിയാക്കലിനെ വളിഇ ചെയ്തതിന്റെ അസില് തഅരീഫുൽ ഇലാഫത്തിന്റെ വളിഇന്റെ അസില് ഇലാഫത്ത് കൊണ്ട് മുലാഫ് മഅരിഫിയാകും. അപ്പൊ ഇലാഫത്ത് കൊണ്ട് മഅരിഫിയാക്കലിനെ വളിഇ ചെയ്തതിന്റെ അസില് അലഇത്തിബാരിൽ അഹ്ദി ഖാരിജിയായ അഹ്ദിനെ ഇത്തിബാർ ചെയ്യലിന്റെ മേലിലാണ്.
ഖാരിജിയായ അഹദിനെ ഈറ്റിബാർ ചെയ്യുമ്പോഴാണ് എന്ത് മുലാഫിനെ മൈരിഫയാക്കൽ അവിടെയാണ് ഉണ്ടാവുക. അതാണ് അസ്ലു വദ്അ്. ഇല്ല അങ്ങനെ അല്ലെങ്കിൽ അഹദിനെ ഈറ്റിബാർ ചെയ്യലിന്റെ മേൽ അല്ല അസ്ലെങ്കിൽ ആ ബഅ്ദുൽ മുഹഖിഖീങ്ങൾ പറഞ്ഞതാണിത്. എന്ത് അന്ന വസ്ല വദ്ഇ തഅരീഫിൽ ഇദാഫത്തി, ഇദാഫത്ത് കൊണ്ട് മൈരിഫയാക്കലിനെ വദ്ഇ നിശ്ചയിച്ചതിന്റെ അസ്ല് എന്തിന്റെ മേലിലാണ്? അല ഇത്തിബാരിൽ അഹദി, ഖാരിജിയായ അഹദിനെ ഇത്തിബാർ ചെയ്യലിന്റെ മേലിലാണ്. ഉദാഹരണം പറയുമ്പോൾ മനസ്സിലാവും. അതായത് ഗുലാമു സെയ്ദിന്റെ ഗുലാമ്. അപ്പോൾ സെയ്ദിനിക്ക് ഒരു ഗുലാമു ഉണ്ട് എന്ന് അറിയുന്നവനോടാണ് എന്ത് ഗുലാമു സെയ്ദിൻ എന്ന് പറയുകയുള്ളൂ. എന്റെ അടുക്ക വന്നു ഗുലാമു സെയ്ദിന്റെ ഗുലാമ്. അപ്പൊ സെയ്ദിന്റെ ഗുലാമിനെ ഖാരിജിൽ നിന്ന് മഅഹൂദായ ഖാരിജിൽ നിന്ന് ആർക്കറിയണം? മുഖാത്തബിന് അറിയണം. ജാഅനി ഗുലാമു സെയ്ദിൻ, എന്റെ അടുക്കൽ സെയ്ദിന്റെ ഗുലാമ് വന്നു നമ്മൾ ഈ ഗുലാമിനെ ആർക്കറിയണം? സാമീനിക്കറിയണം. അവിടെ ഇലാഫത്ത് ചെയ്യാൻ പറ്റുകയുള്ളൂ എന്നാ അതാ പറയുന്നത്. ഇല്ല അങ്ങനെയല്ലെങ്കിൽ ഖാരിജി അതിനെ ഇത്തിബാർ ചെയ്യലിന്റെ മേൽ അല്ല ഇലാഫത്തിന്റെ തഅരീഫിന്റെ ഇലാഫത്ത് കൊണ്ട് മഅരിഫിയാക്കുന്നതിന്റെ അസ്ല് വദ്ഇ എങ്കിൽ, അങ്ങനെ അല്ല എങ്കിൽ ലം യബ്ക ഫർഖും ബൈന ഗുലാമു സെയ്ദിൻ വ ഗുലാമുൽ ലിസെയ്ദിൻ, ഗുലാമു സെയ്ദിൻ എന്നതിന്റെയും ഗുലാമുൽ ലിസെയ്ദിൻ എന്നതിന്റെയും ഇടയിൽ ഒരു ഫർക്ക് ബാക്കിയാകൂല. ഒന്ന് മഅരിഫയും ഒന്ന് നക്രിയാണല്ലോ അവിടെ. ഫലം യക്കുൻ അഹദുഹുമാ മഅരിഫത്തൻ, ഒന്ന് മഅരിഫയാവുകയില്ല, അതായത് ഗുലാമു സെയ്ദിൻ മഅരിഫയാവുകയില്ല. വല്ലാഖിറു നക്റത്തൻ, മറ്റത് നക്രയും ആകൂല. കാരണം ഗുലാമുൽ സെയ്ദ് സെയ്ദിന്റെ ഗുലാം അത് നക്രയാണ്. ഏത് ഗുലാമും ആവാം. ഗുലാമു സെയ്ദിൻ എന്നുള്ളതും ഏത് ഗുലാമും ആവാം എങ്കിൽ പിന്നെന്താണ് അവിടെ നക്രയും മഅരിഫയും തമ്മിലുള്ള ഫർക്ക്? അപ്പോൾ ഗുലാമു സെയ്ദിൻ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം സെയ്ദിന് അറിയപ്പെട്ടൊരു ഗുലാമുണ്ട്, ആ ഗുലാമിനെ പറ്റിയാണ് ഗുലാമു സെയ്ദിൻ എന്ന് പറയുന്നത്. അത് സാമീനിക്ക് അറിയുന്ന സ്ഥലത്ത് അവനോട് എന്ത് പറയും? ജാഅനി ഗുലാമു സെയ്ദിൻ എന്ന് പറയും. അതേ സമയത്ത് ഇവിടെ മുത്തക്കല്ലിമിന്, അതായത് മുത്തക്കല്ലിമിന്റെ ഖസ്ദ് എന്താണ്? സാമീനിക്ക് സെയ്ദിന്റെ ഗുലാമിനെ കുറിച്ച് അറിയാം. അങ്ങനത്തെ സാമീനോട് മുത്തക്കല്ലിമ് സംസാരിക്കുമ്പോൾ ഗുലാമു സെയ്ദിൻ എന്ന് പറയും. അപ്പൊ തഅരീഫിന്റെ ഇലാഫത്ത് കൊണ്ട് അവിടെ മഅരിഫയാക്കൽ എന്ത് മഅരിഫയാണത്? ഖാരിജിയായ അഹദ് കൊണ്ടുള്ള തഅരീഫാണ്. ഖാരിജിൽ നിന്ന് സാമീനിക്ക് അറിയപ്പെട്ട ഒരു ഗുലാമുണ്ട്, സെയ്ദിന്റെ ഒരു ഗുലാമുണ്ട്, ആ ഗുലാമിലേക്കുള്ള ഇഷാറത്താണ് ഗുലാമു സെയ്ദിൻ എന്ന ഇലാഫത്ത് കൊണ്ടുള്ള മഅന. ഗുലാമു സെയ്ദിൻ എന്ന് സാമീനോട് പറയുമ്പോൾ സാമീനിക്ക് ഖാരിജിൽ നിന്ന് സെയ്ദിനിക്കൊരു ഗുലാമുണ്ടെന്ന് അവനിക്കറിയാം. ആ ഗുലാമിലേക്ക് ഇഷാറത്താണ് ഗുലാമു സെയ്ദിൻ എന്ന് പറയുമ്പോൾ. ഗുലാമുൽ സെയ്ദ് എന്ന് പറയുമ്പോൾ അങ്ങനെ ഒരു ഇഷാറത്തൊന്നും അവിടെ ഉണ്ടാവില്ല. സെയ്ദിന്റെ ഒരു ഗുലാമ്, അത് ഏത് ഗുലാമും ആവാം, അത്രേ ഉള്ളൂ അതിന്റെ അർത്ഥം. ഒന്ന് നക്രയുമാണ്, ഒന്ന് മഅരിഫയുമാണ്. അപ്പോ ഇലാഫത്തിന്റെ തഅരീഫിന്റെ അസ്ല് വദ്ഇ അങ്ങനെയാണ്, ഖാരിജിയായ അഹദിനെ ഇത്തിബാർ ചെയ്യലാണ്. ലാക്കിന്നെങ്കിലും കസീറമ്മ അധിക സമയത്തും യുക്കാലു പറയപ്പെടും ജാഅനി ഗുലാമു സെയ്ദിൻ എന്ന് പറയും. മിൻ ഗൈരി ഇശാറത്തിൻ ഇലാ മുഅയ്യനിൻ, ഒരു മുഅയ്യനിലേക്ക് ഇശാറത്ത് കൂടാതെ. അതായത് മുഅയ്യനിലേക്ക് ഇശാറത്തില്ല എങ്കിലും എന്താണ് ദിഹിനിൽ അറിയപ്പെട്ട ഒരു മഅഹൂദിലേക്ക്, ഒരു ഖാരിജിയായ ഗുലാമിലേക്ക് ഇശാറത്തില്ല എന്നർത്ഥം. മിൻ ഗൈരി ഇശാറത്തില്ല മുഅയ്യനിൻ, ഒരു മുഅയ്യനായ ഒരു ഫർദിലേക്ക് ഇശാറത്ത് ചെയ്യൽ കൂടാതെ. ഏതുപോലെ കൽ മുഅറഫ് ബില്ലാമി, ലാമു കൊണ്ട് മഅരിഫയാക്കപ്പെട്ടതുപോലെ. ലാമു കൊണ്ട് മഅരിഫയാക്കപ്പെട്ടത് ഹഖീഖത്തിന്റെ ലാമു കൊണ്ട് മഅരിഫയാക്കപ്പെട്ടതിനെ പറ്റി പറഞ്ഞു കൊടുത്ത് മുമ്പ് പറഞ്ഞിട്ടുണ്ട്. വഖദ് യഅതി, ചിലപ്പോൾ എന്താണ്
ഈ ഹക്കീക്കത്തിന്റെ ലാമ് കൊണ്ട് മഅരിഫയാക്കപ്പെട്ടത് വരും ലി വാഹിദിൻ ബിഇത്തിബാരി അഹദിയത്തിഹി ഫിദ്ദിഹിനി, ദിഹിനിൽ അതിന്റെ അഹദിയത്തിനെ ഇത്തിബാർ ചെയ്യലുണ്ട്. അതായത് ഹക്കീക്കത്ത് ദിഹിനിൽ മുഅ്തബറായതുകൊണ്ട് അതിന്റെ ഫർദുകളിൽപ്പെട്ട ഒരു ഫർദ് ഉദുഖുലി സൂഖാൻ, ഈ അങ്ങാടി കടന്നു. അത് ഇന്ന ഒരു മുഅയ്യനായ അങ്ങാടിയല്ല, അങ്ങാടി എന്ന് പറയാൻ പറ്റുന്ന ഒരു ഫർദിലേക്ക്. അപ്പൊ ഒരു മുഅയ്യനിലേക്ക് ഇഷാറത്താണ്. അതിന് ദിഇനിയായ അഹദിന്റെ ലാമ് എന്നാണ് ഇൽമുൽ മആനിക്കാർ പറയല്. അപ്പോൾ ഇൽമുൽ മആനിക്കാരുടെ അടുക്കൽ ദിഇനിയായ അഹദിന്റെ ലാമ് ഒരു മുഅയ്യനിലേക്ക് ഇഷാറത്തല്ല. അതേ സമയത്ത് അത് മഅഹൂദാണ്, അതിന്റെ ഹക്കീക്കത്ത് മഅഹൂദാണ്. അപ്പൊ ഏത് ഫർദ് എടുത്താലും ഹക്കീക്കത്തിൽ പെടും. ആ നിലക്ക് അത് മഅഹൂദാണ്, എങ്കിലും അത് മുഅയ്യനല്ല. അതാണ് ലാമു കൊണ്ട് കൽ മുഅറഫി ബില്ലാമി, ലാമു കൊണ്ട് മഅരിഫയാക്കപ്പെട്ടതുപോലെ ലാമു കൊണ്ട് മഅരിഫയാക്കപ്പെട്ടത് ഒരു മുഅയ്യനിലേക്ക് ഇഷാറത്തായിട്ട് വരുന്നത് ഇളാഫത്ത് കൊണ്ടും വരും. അതുപോലെ തന്നെ ലാമു കൊണ്ട് മഅരിഫയാക്കപ്പെട്ടത് ഗൈറു മുഅയ്യനിലേക്കും ഇഷാറത്തുണ്ട്. അതേപോലെ ഇളാഫത്തും ഗൈറു മുഅയ്യനിലേക്കും ഇഷാറത്തുണ്ട്. വഹുവ ഖിലാഫു വളിഇൽ ഇളാഫത്തി, ഇളാഫത്തിന്റെ വളിഇന്റെ എതിരാണത്. അതുകൊണ്ടാണ് അഹൂക്ക എന്ന് പറഞ്ഞോർത്ത് സാമീനിക്ക് ഒരു അഹുണ്ടെന്ന് അറിയട്ടെ അറിയാതിരിക്കട്ടെ. അപ്പൊ അറിയുന്നോടത്തും സെയ്ദുൻ അഹൂക്ക എന്ന് പറയാം, അറിയാത്തോടത്തും. അവിടെ അഹൂക്ക അറിയാത്തോടത്തെന്തായി സെയ്ദിനിന്റെ അഹാണ് എന്ന് സാമീനോട് പറയാണ്. സാമീനിക്ക് അറിയില്ല ഒരു അഹുണ്ട് എന്ന് അറിയില്ല. പിന്നെ അഹൂക്ക എന്നവിടെ ഇലാഫത്ത് കൊണ്ട് ഇലാഫത്ത് ചെയ്തിട്ട് അവനോട് പറഞ്ഞത് ഏതടിസ്ഥാനത്തിലാണ്? നിന്റെ അഹ് എന്ന് അവനോട് പറയണമെങ്കിൽ അവനിക്കൊരു അഹുണ്ടെന്ന് ഖാരിജിൽ നിന്ന് അവനിക്ക് അറിയണമല്ലോ. ഒരു മുഅയ്യനായ അഹ് ഉണ്ട് അവനിക്ക് അറിയണം. അത് അറിയാത്തവനോട് അഹൂക്ക എന്ന് പറയുന്നത് അവിടെ ഇലാഫത്തിന്റെ തൈരീഫ് കൊണ്ട് ഒരു മുഅയ്യനിലേക്ക് ഇഷാറത്തല്ല. അതായത് സെയ്ദാകുന്നത് അഹൂക്ക, നിനക്ക് അഹ് എന്ന് പറയാൻ പറ്റിയ ആളുകളിൽ ഒരാളാണ് എന്നർത്ഥം ആകും അവിടെ. അപ്പൊ മുഅയ്യനിലേക്ക് ഇഷാറത്താവൂല. ഫമാഫിൽ കിതാബി, കിതാബിൽ പറഞ്ഞ ഒന്ന് നാളിറുൻ ഇല അസ്ലിൽ വലഇ, അസ്ൽ വലഇലേക്ക് നോക്കിയിട്ട് പറഞ്ഞതാ, ഇലാഫത്തിന്റെ അസ്ൽ വലഇലേക്ക്. വമാഫിൽ ഈലാഹി, ഈലാഹിൽ പറഞ്ഞത് ഇലാ ഖിലാഫി, അസ്ൽ വലഇന്റെ ഖിലാഫിലേക്ക് നോക്കിയിട്ടുമാണ് ഈലാഹിൽ പറഞ്ഞത്. വാഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.